കോഫി ടെക്കിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ അതുപോലെ നിങ്ങളുടെ ഫേസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ. അതെങ്ങനെയെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു വീഡിയോയിൽ അത് നല്ല എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾ, മൊബൈൽ സംബന്ധമായ ടിപ്സുകളൊക്കെ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഏതൊരു ഫോട്ടോ ആണോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇറേസറാണ്. അത് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഫോട്ടോ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കതിനെ മറ്റൊരു സോഫ്റ്റ്വെയർ ആശ്രയിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യുകയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാക്കിയ ഫോട്ടോ, അതിന് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് പിക്സൽ ലാമ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളത് സേവ് ചെയ്യുക. രണ്ടാമതും ഓപ്പൺ ചെയ്ത് നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്താക്കിയ ഫോട്ടോ സെലക്ട് ചെയ്യുക. നമ്മൾ അടുത്തതായി ഇറേസ് കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോട്ടോയിലുള്ള വൈറ്റ് കളർ മാറി ബാക്ക്ഗ്രൗണ്ടിൽ ഏതൊരു കളറാണോ ആ കളർ അവിടെ ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുക. ഫൈനൽ നമ്മുടെ കിനിമാസ്റ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. കിനിമാസ്റ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മീഡിയയിൽ നിന്നും ഫയർ എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഫയർ എഫക്റ്റ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക.
അഡ്ജസ്റ്റ് ചെയ്യുക. അതിൻ്റെ സ്ക്രീൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്ന് അവിടെ മൾട്ടിപ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിന് ആ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ആ വീഡിയോ നമുക്ക് കാണാവുന്നതാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫയർ നമുക്ക് നമ്മളെ ബ്ലാക്ക് സ്ക്രീനിലും കാണാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഇമേജ് രണ്ടാമതായി ഒന്ന് കോപ്പി ചെയ്ത് അതിൻ്റെ താഴെയായി വെക്കേണ്ടതുണ്ട്. ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്യാം. വീഡിയോ ഓക്കെ ആയിട്ടുണ്ട്. നമുക്കതിന് സേവ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്.